എടാ ചെറുക്ക ഒന്ന് പയ്യ പോടാ. എടാ എന്റെ മുട്ട് വേദനയാന്നേ. ഉണ്ട് ഉണ്ട്. ഇല്ലടാ കൊച്ചു ചെറുക്ക. അത് മാത്രമല്ലല്ലോ നമ്മുടെ കരാറ്. പിന്നെ ഫണ്ട് റിലീസിന്റെ കാര്യം അമ്മമ്മക്ക് പെൻഷനൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചേക്കല്ലേ, അതിൽ നിന്ന് തന്നെ നമുക്ക് റിലീസ് ചെയ്യാം. പപ്പയുടെ ഒരു പെർമിഷൻ മാത്രം മതിയല്ലോ. അതൊക്കെ ഈ മോനേറ്റ് കേട്ടോ. മിടുക്കൻ. പിന്നെ ഇന്നത്തെ നാരങ്ങ മിഠായി ഞാൻ തന്നെ വാങ്ങിത്തരും. ഇതൊന്നും പോയി പപ്പയുടെ പറയരുത് കേട്ടോ. ഇല്ലടാ ഞാൻ അങ്ങനെ ചെയ്യുവോ? അമ്മമ്മ അങ്ങനെ ചെയ്യില്ല. പക്ഷെ അമ്മമ്മ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. മിസ് പലതും പറയും. അമ്മമ്മ എല്ലാം നീ ഏറ്റുപിടിച്ച് ആക്ട് ചെയ്തോണം കേട്ടില്ല. കട്ടയ്ക്ക് കൂടെ നിന്നോണം. നിങ്ങൾക്കാളും നന്നായിട്ട് ഞാൻ ആക്ട് ചെയ്യും കേട്ടോ. എന്നാ അമ്മമ്മക്ക് കൊള്ളാം. എങ്ങനെ ആക്ടിങ് കൊള്ളായ നോക്കിക്കോ. ഞാൻ ഒരു സാധനം വാങ്ങി തരില്ല. ഗോവയ്ക്ക് പോക്ക് മുടക്കം ചെയ്യും. ഇങ്ങനെ വരട്ടാതടാ, ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്തോളാം. എന്നാ അമ്മമ്മക്ക് കൊള്ളാം. ഇവന്റെ ഒരു കാര്യം. അമ്മമ്മ പിന്നെ പെൻഷൻ വാങ്ങിയിട്ടല്ലേ പോകുന്ന ഇങ്ങോട്ട്? അതേടാ. ഓ ഇന്ന് ഞാനൊരു പുള്ളി വിളിക്കും. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമെന്ന് കുറേ ആയി ആഗ്രഹിക്കുന്നു. എടാ നിന്റെ പപ്പ എന്നെ വെച്ചേക്കൂല. എനിക്കും പപ്പേനെ പടി, അമ്മമ്മക്കും പപ്പേനെ പടി. അപ്പൊ പിന്നെ നമുക്ക് രണ്ടുപേർക്കും കൂടി എന്തെങ്കിലും കുരുട്ട് കുത്തി ഉപയോഗിക്കാം. ആദ്യം നീ നടക്ക്. ഇവിടെ എന്താ കാണിച്ചു വെച്ചേക്കണത് ഞാനത് നോക്കട്ടെ. എടാ ടീച്ചർ എന്നെ വഴക്കുമെല്ലാം പറയോടാ. ബാക്കി ഞാൻ ആക്ട് ചെയ്ത് തകർത്തോളാം. വാ മോനെ വാ നടങ്ങോട്ട്. ഈ വർഷമെങ്കിലും ഗോവയ്ക്ക് പോയാൽ മതിയായിരുന്നു. ആത്മവിശ്വാസം വേണം അമ്മേ, ആത്മവിശ്വാസം. അമ്മമ്മേ നമ്മളെ വിളിക്കുന്നു. വാ. മേ ഐ കം ഇൻ മിസ്? യെസ് പ്ലീസ് കം. മിസ്സേ ഇതെന്റെ അമ്മമ്മയാ, കാർത്തിയായിനി. ആഹാ നമസ്കാരം കേട്ടോ. അമ്മമ്മയാണോ വന്നത്? അതെ മിസ്സേ, വീട്ടിലെല്ലാവർക്കും ഇന്ന് തിരക്കുള്ള ദിവസം. ഓഹോ. പിന്നെ അതുമല്ല ഇവന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാൻ തന്നെയാ. അതെ മിസ്സേ, അമ്മമ്മ എന്നെ ടേക്ക് കെയർ ചെയ്യുന്നത്. അപ്പൊ അമ്മമ്മയുടെ എന്നെ പറയാല്ലേ വാസു? ആ മിസ്സേ പറഞ്ഞോ. വാസു എങ്ങനെയാ വീട്ടിൽ വന്നാ പഠിക്കുന്നൊക്കെ ഉണ്ടോ? പഠിത്തം ഉണ്ടോന്നോ? എന്ത് ചോദ്യം അത്? വീട്ടിൽ വന്ന ഫുൾ ടൈം TV. അമ്മമ്മേ കാര്യത്തിൽ നിന്നും തെന്നി മാറുന്നു. അല്ലല്ല ഫുൾ ടൈം പഠിത്തം. ഇത്തിനേരം വിശ്രമിക്കാൻ പറഞ്ഞാൽ പോലും അവന് സമയമില്ല. ആഹാ അത്രയും പഠിക്കുന്നുണ്ടോ? പക്ഷേ ഈ പ്രാവശ്യം പരീക്ഷയിൽ കുറച്ച് മാർക്കൊക്കെ കുറവായിരുന്നു. പറഞ്ഞിരുന്നോ? മാർക്ക് കുറവായിരുന്നെന്നോ? അതവൻ പറഞ്ഞില്ല. മാർക്ക് കുറവാണെന്നൊന്നും പറഞ്ഞാൽ പോരാ. ഈ പ്രാവശ്യം പരീക്ഷയിൽ തോറ്റു. ഞാൻ പിന്നെ ജസ്റ്റ് ജയിപ്പിച്ച് വിട്ടതാ. അത് അവൻ്റെ പ്രോമിസിലാ. അവൻ അടുത്ത പ്രാവശ്യം നല്ലോണം മാർക്ക് വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തോറ്റെന്നോ? ഇതൊന്നും അവൻ വീട്ടിൽ വന്ന് പറയുന്നില്ല. പിന്നെ കുറച്ച് ചട്ടമ്പിത്തരമുണ്ട്. ഇതൊക്കെ കയ്യിലുണ്ട് അവൻ്റെ? ഉണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കണം, പഠന കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും. ഒരു മിനിറ്റ് മിസ്സേ. പഠിക്കാൻ വിട്ടോ പഠിക്കണം, അല്ലാണ്ട് തോന്നിയ ദിവസം കാണിക്കും നീ കുടുംബത്തിന്റെ മാനങ്ങളെ. നീ വീട്ടിലോട്ട് വാടാ, നിന്റെ പപ്പയുടെ എല്ലാം പറഞ്ഞ് ശരിയാക്കുന്നുണ്ട്. മിസ്സേ ഇവനിനി പഠിച്ചില്ലെങ്കിൽ നല്ല കൊടുത്തോ കേട്ടോ. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇവൻ ഇനി നല്ലോണം പഠിച്ചോളൂ. ശരി. ഇല്ല എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ മിസ്സേ. ശരി എന്നാ. അയ്യോ നിനക്ക് വേദനിച്ചോ? സാരമില്ല കേട്ടോ. മിസ്സിന് അറിയാണ്ടൊരു അബദ്ധം പറ്റിയതാ. അയ്യോ നടക്കണ അങ്ങോട്ട്. പാവം വാസു, ജീവനോടുണ്ടായ ഭാഗ്യം.
എന്റെ ചെവി പൊന്നായി. എടാ വാസുമോനെ, ഇതൊക്കെ അമ്മൂമ്മയുടെ ആക്ടിങ് ആയിരുന്നടാ. എങ്ങനെയുണ്ടായിരുന്നു? ഇത് അമ്മൂമ്മയുടെ acting ആയിരുന്നോ? അപ്പൊ അമ്മൂമ്മ ശരിക്കും ചെയ്തതല്ലേ? അല്ലടാ മോനെ, അമ്മൂമ്മ വാസൂട്ടിനെ വല്ലതും ചെയ്യുമോ? ഇല്ല, അമ്മൂമ്മ അപ്പൊ അമ്മൂമ്മ act ചെയ്തായിരുന്നോ? ഓ, വല്ലാത്ത originality ആയിപ്പോയി അമ്മൂമ്മേ, വല്ലാത്ത originality. അമ്മൂമ്മ super ആ. മാ പറഞ്ഞ കണ്ടല്ലേ അമ്മൂമ്മ ഇങ്ങനെയൊക്കെ ചെയ്തേ. കരച്ചിട്ട് നിർത്തട മക്കളെ. അമ്മൂമ്മ, എന്നാ വാ, നമുക്ക് ബേക്കറിയിൽ പോയി വരാൻ കഴിക്കാം. വല്ലാതെ ഇടിച്ചു പോയി വാസുപോയി. കരയണ്ട മോനെ, വാ, അമ്മൂമ്മ നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങി തരാം. നീ എൻ്റെ നാരങ്ങ മിഠായിയുടെ കാര്യം മറക്കണ്ട. ഓ, കൈക്കൂലി ചോദിച്ചു വാങ്ങാൻ മറക്കരുത് കേട്ടോ.